ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെയും ഈ കാലഘട്ടത്തിലും നമ്മൾ മലയാളികളിൽ പലർക്കും ഇംഗ്ലീഷ് ഒരു കീറാമുട്ടി തന്നെയാണ്. അതിന് മനഃപൂർവ്വമായ ശ്രമം നമ്മൾ എടുത്തേ പറ്റൂ. കാരണം ഇംഗ്ലീഷിന് വിൻഡോ ടു ദ വേൾഡ് എന്നും ഗ്ലോബൽ ലാംഗ്വേജ് എന്നുമാണ് പറയുന്നത്. അപ്പം ലോകവുമായി നമുക്ക് ആക്സസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടിയേ തീരൂ. അതിന് ബാരിയേഴ്സ് കുറേയുണ്ട്, കുറേ തടസ്സങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ മദർ ടങ്ങിന്റെ ഇൻഫ്ലുവൻസ്, അല്ലെ മാതൃഭാഷയുടെ ഇൻഫ്ലുവൻസ്, എക്സ്പോഷർ കുറവാണ്. അങ്ങനത്തെ റീസൺസ് ഒക്കെ ഉള്ളപ്പോഴും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മളെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ലാക്ക് ഓഫ് സഫീഷ്യന്റ് വൊക്കാബുലറി. ആവശ്യത്തിന് പദസമ്പത്തില്ല എന്നത് ഒരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫിയർ ഓഫ് ഗ്രാമർ മിസ്റ്റേക്ക്. ഗ്രാമറിനെ കുറിച്ച് ഒരുപാട് കോൺഷ്യസ് ആയി നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വൈമുഖ്യം കാണിക്കുന്നു. മൂന്നാമത്തേതെന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഓഫ് അതേഴ്സ്. പ്രധാനപ്പെട്ട ഒരു പേടിയാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും, നമുക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ മറ്റുള്ളവരെങ്ങനെ ജഡ്ജ് ചെയ്യും. ഈ ധാരണ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. നാലാമത്തേതെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. നമുക്ക് ആത്മവിശ്വാസമില്ലായ്മ. ഈ ഭാഷ സംസാരിച്ചാൽ തെറ്റിപ്പോകുമോ, അത് പാടില്ല. ഈ അവസാനം പറഞ്ഞ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയേ തീരൂ. അതെന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഓഫ് അതേഴ്സ് ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇത് രണ്ടും മാറ്റി വെക്കുക. ആദ്യത്തെ 2 കാര്യങ്ങൾക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഇംപ്രൂവിങ് യുവർ വൊക്കാബുലറി ആൻഡ് ലേൺ ബേസിക് ഗ്രാമർ സ്കിൽ.